ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പൊട്ടുകടല ചട്നിയാണ്. ഇത് ഞങ്ങൾ ചോറിൻ്റെ കൂടെയാണ് കൂടുതൽ കഴിക്കുന്നത്. സാമ്പാറോ രസമോ തീയലോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടാണ് ഇത് കഴിക്കുന്നത്, കൂട്ടി കഴിക്കാനായിട്ട്. തോരനില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചമ്മന്തി അരയ്ക്കാറുണ്ട്. അതിന് 2 ചുവന്ന മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളുത്തുള്ളി 1-2 കഷ്ണം നമ്മളിഷ്ടമനുസരിച്ച്, പിന്നെ കുറച്ച് തേങ്ങ, ഉപ്പ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല പുളിയൊക്കെ കയറിയിരിക്കുന്ന കറികൾക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇത് ഞാനൊരു മിക്സി ജാറിലിട്ട് അരച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പെട്ടെന്ന് ഒരു കറികളൊക്കെ ഇല്ലാത്തപ്പോഴും ആവട്ടെ, അല്ല കറികളുണ്ട് എന്നാലും ഈ ഒരു ചമ്മന്തിയും കൂടെ കഴിക്കുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കട്ട് ചെയ്ത് എത്രത്തോളം ഇത് അരയ്ക്കാമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല കട്ടിക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ പൊട്ടുകടല ചേർത്തായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. പറയുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് പറയണല്ലോ, എനിക്ക് അത്രയും പൊട്ടുകടല പോരാന്ന് തോന്നി, അതുകൊണ്ട് കുറച്ചുകൂടെ പൊട്ടുകടല ചേർത്തു. ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്, ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുള്ളങ്കി സാമ്പാറാണ് കേട്ടോ. അടിപൊളിയല്ലേ? അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതാണ് മുള്ളങ്കി സാമ്പാർ. കുറച്ച് നേരം ആകുമ്പോൾ ഇത് വെള്ളം നന്നായിട്ട് അങ്ങോട്ടേക്ക് വലിക്കും. ഇതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. എന്നുവെച്ചാൽ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ട് എന്നാൽ ഹെൽത്തി ആയിട്ട് ഇതിൽ ഇഷ്ടംപോലെ ഞാൻ വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പൊട്ടുകടല ചട്നി ആക്കിയത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഇങ്ങനെയും കഴിക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.